ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിരുന്നു 2 ടേം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ LDF സർക്കാരിനെ മറിച്ചിടാൻ പോകുന്ന നല്ല തോതിൽ തെരുവിൽ പണിയെടുക്കാനും പ്രസംഗിക്കാനും ചാനൽ ചർച്ചകൾ വർത്താനം പറയാനൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ തുറുപ്പ് ചീട്ട് എന്നിവരും കോൺഗ്രസിൻ്റെ അണികളുമൊക്കെ കരുതിയിരുന്ന ആൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നിയമസഭയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ വലിയ കഠിനാധ്വാനം ചെയ്ത് പണവും ആളുകളെല്ലാം ഇറക്കിയിട്ട് വലിയ തോതിൽ ആ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് ചെയ്തും വോട്ടിന് വേണ്ടി പണി നടത്തിയൊക്കെ അധ്വാനിച്ചുമൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിയമസഭയിൽ ഈ 2ാം പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കും എന്ന് വിചാരിച്ചിരുന്നത്. അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കോൺഗ്രസ് പാർട്ടിയുടെ 3ാം വരവിനെ അല്ലെങ്കിൽ ഈ ടേമിലെ വരവിനെ അടുത്ത ടേമിലെ വരവിനെ തടയുന്ന ഒരു ഏറ്റവും വലിയ വിഘാതമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും വലിയ പ്രശ്നം? കോൺഗ്രസ് ദേശീയ തലത്തിൽ ശക്തിയാർജിക്കുകയാണ്. വോട്ട് ചോരി ആരോപണം കൊണ്ടുവന്ന് അവിടെയൊക്കെ വലിയ ചർച്ചയുണ്ടായി. ഇന്ത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തി. രാഹുൽ ഗാന്ധി ഒരു കാലത്ത് പപ്പു എന്ന് മറ്റുള്ളവരാൽ വിളിക്കപ്പെട്ടിരുന്നെങ്കിൽ അത് ഒരു തരത്തിലും അദ്ദേഹത്തെ ആ നിലക്ക് വിളിക്കാൻ ഇപ്പോൾ അമിത്ഷായ്ക്ക് പോലും ധൈര്യമില്ലാത്ത വിധത്തിലേക്ക് അദ്ദേഹം കുറെ കൂടെ ശക്തി പ്രാപിച്ചു വരുന്നു. ഇന്ത്യ മുന്നണി ശക്തിപ്പെടുന്നു. കേരളത്തിൽ ഈ 2 ടേം കഴിഞ്ഞ ആളുകൾക്കൊരു മടുപ്പുണ്ട് LDF സർക്കാരിനെതിരെ എന്നൊരു തോന്നൽ പൊതുവിൽ കോൺഗ്രസിനും പ്രതിപക്ഷത്തുള്ള ആളുകൾക്കും ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഈ പോലീസ് അതിക്രമങ്ങളുടെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? ഇവരുടെ തുറുപ്പ് ചീട്ടായി കണക്കാക്കിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇവരുടെ ഏറ്റവും വലിയ പാരയായിട്ട് മാറിയിരിക്കുന്നു. എങ്ങനെയാണ് പാരയായിട്ട് മാറിയിരിക്കുന്നത്? ഈ സ്വഭാവ ദൂഷ്യം, അതും ഏതുതരം സ്വഭാവ ദൂഷ്യം? ഇതുവരെ നിയമസഭ കണ്ടിട്ടില്ലാത്ത, കേരള രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത അത്രക്ക് വലിയ സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ ഇയാൾ ഈ കോൺഗ്രസിൻ്റെ മുന്നിൽ വലിയ വിഘാതമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ അത് മാന്യമായിട്ട് പരിഹരിച്ചിട്ട് ആ കോൺഗ്രസ് പ്രവർത്തകരെ, കോൺഗ്രസിൻ്റെ അനുയായികളെ ഈ ചീത്തപ്പേരിൽ നിന്ന് മാറ്റിക്കൊടുക്കാം എന്നല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിക്കുന്നത്. ഞാൻ എങ്ങനെയാണെങ്കിലും മുന്നിലേക്ക് വരും, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഈ വിക്രമാദിത്യനും വേതാളം ഉണ്ടല്ലോ, അതിനകത്ത് വേതാളത്തെ പോലെ നിങ്ങളുടെ പിന്നിൽ ഞാൻ ഉണ്ടാകും എന്ന് കാണിക്കുകയാണ് ഇയാൾ ചെയ്യുന്നതെന്നാണ്.